ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൈ സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞ സീരീസിൻ്റെ 8ാമത്തെ എപ്പിസോഡാണ്. ഞാൻ വീഡിയോസ് ഇടാൻ ഒരുപാട് ലേറ്റ് ആണെന്നറിയാം. എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഗൈസ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ചെയ്യാൻ ടൈം കിട്ടുന്നില്ല, ചില സമയം ചെയ്യണമെന്ന് തോന്നുന്നില്ല. കാരണം ഒന്നും എനിക്കറിയത്തില്ല. ഒന്നാമത് എല്ലാം കൂടെ കൊണ്ട് ഞാനിങ്ങനെ പൊളിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ ഇടയിൽ എനിക്കിപ്പോൾ ഇരട്ടിപ്പണിയായിട്ട് കുറച്ചുകൂടെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ചെയ്യാനായിട്ട്. മൊത്തത്തിൽ പെട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ചെയ്യാനൊട്ടും തോന്നുന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ ചെയ്യണോ വേണ്ടേ, നിർത്തിയിട്ട് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. എന്നാലും ഞാൻ വിചാരിക്കണോ കണ്ടിന്യൂ ചെയ്യണമെന്ന്. അപ്പോൾ പറ്റുന്നതനുസരിച്ച് ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. സോ നമുക്ക് പെട്ടെന്ന് തന്നെ എപ്പിസോഡിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എൻജായത് നമ്മുടെ ജോ ഇങ്ങനെ സീനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിന് അവൻ്റെ പുറകെ വന്നിട്ട്, ജോ ഇത് നീയാണെന്ന് ഞാൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി, എന്നെ വിട്ട് പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹഗ് ചെയ്തുകൊണ്ട് കരയുന്നതാണ്. ഈ ഒരു എപ്പിസോഡും ഈ ഒരു സീൻ കാണിച്ചുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. അങ്ങനെ ജോയിൻ്റെ അടുത്ത്, ജോ എന്നെ വിട്ട് പോവല്ലേ, എൻ്റെ കൂടെ വാന്ന് പറയാണ്. ആക്ച്വലി ഇതൊന്നും ശരിക്കും പറയുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു തോന്നൽ മാത്രമായിരുന്നു. ഈ ഒരു ടൈമിന് ജോ ആണെങ്കിൽ ശരിക്കും അവിടെ ആ ഒരു സീൻ അഭിനയിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അത് കാണാനായിട്ട് ആണെങ്കിൽ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ആ സീന് അഭിനയിച്ച് തുടങ്ങാണ് ജോ. എന്നാൽ അവന് ഫൈറ്റ് സീൻ നേരെ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ജോയിൻ്റെ അടുത്ത് വീണ്ടും ഒന്നും ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ അവൻ വീണ്ടും അഭിനയിക്കുന്നുണ്ട്. ഈ ഒരു ടൈമിന് ജോ അവൻ്റെ മനസ്സിൽ, എൻ്റെ പുതിയ ലൈഫിലും മുമ്പ് നടന്ന അതേ സംഭവങ്ങൾ എനിക്ക് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുവാണ്. മുമ്പ് ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ ഞാൻ വീണ്ടും ആവുകയാണ്. എൻ്റെ മരണത്തിന് കാരണക്കാരായ 2 പേര് ഇപ്പോഴും എന്നെ ഒരു വേസ്റ്റായിട്ട് മാത്രമാണ് കണക്കാക്കുന്നതെന്ന് പറയാണ്. ഈ ഒരു ടൈമിന്, ഈ സീനെ അഭിനയിക്കുന്ന ടൈമിന് ഇവനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇവനെ ശരിക്കും അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അടിയൊക്കെ കൊണ്ടിട്ട് ജോയ്ക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാവുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജോ ആണെങ്കിൽ അവൻ്റെ ബാഗ് പാക്ക് ചെയ്ത് റൂമിൽ ഇരിക്കുന്നതാണ്. ഈ ടൈം അവൻ്റെ ഷോൾഡറൊക്കെ ഒന്ന് ഭയങ്കരമായിട്ട് വേദനിക്കുന്നതുകൊണ്ട് തന്നെ ഓയിൻമെൻറ്റൊക്കെ ഇങ്ങനെ തേക്കാണ്. ഈ ഒരു ടൈമിന് ഡോറിൽ ആരോ തട്ടാണ്. അപ്പോൾ പോകാൻ ടൈം ആയതുകൊണ്ട് തന്നെ അവനെ വിളിക്കാനായിട്ട് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് അവനാണെങ്കിൽ, ഞാൻ എൻ്റെ ബാഗ് പാക്ക് ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ, ഇതാ വരുന്നു എന്ന് വെച്ചിട്ട് ഡോർ ഓപ്പൺ ചെയ്യാണ്. നോക്കിയപ്പോൾ അത് മിങ്ങായിരുന്നു. ഇങ്ങനെ കണ്ടത് ജോ ഡോറ് ക്ലോസ് ചെയ്യാനായിട്ട് പോവാണ്. ആ സമയം അത് ക്ലോസ് ചെയ്യാൻ സമ്മതിക്കാതെ ജോയിൻ്റെ അടുത്ത്, വാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞു, എല്ലാവരും തിരിച്ചു പോവാണ്. അപ്പോൾ ജോ, അത് വേണ്ട, ഞാൻ ക്രൂവിലുള്ളവരുടെ കൂടെ പോവാന്ന് ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു എന്ന് പറയാണ്. ഈ ഒരു ടൈമിങ്, ഓ അങ്ങനെയാണോ, നിൻ്റെ അമ്മ വീട്ടിലുണ്ടോ, എനിക്ക് നിൻ്റെ അമ്മയുടെ അടുത്ത് ഒരു ഹായ് പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്നത് ജോയുടെ അമ്മ വീട്ടിൽ ഇരിക്കുന്ന ടൈമിന് ജോ അങ്ങോട്ടേക്ക് ചെല്ലുന്നതാണ്. കൂടെ ഉണ്ട്. അങ്ങനെ ജോ ആണെങ്കിൽ മിങ്ങിനെ അവൻ്റെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഈ ഒരു ടൈം അമ്മയാണെങ്കിൽ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് മിങ്ങിനെ അടുത്തേക്ക് ഇരുത്തിയ ശേഷം മിങ്ങിൻ്റെ അടുത്ത്, എവിടെയോ കണ്ടുതല്ല പരിചയമുണ്ടല്ലോ, നിങ്ങളല്ലേ ഞാൻ ആഡിലൊക്കെ കണ്ടിട്ടുള്ളത്, നിങ്ങളല്ലേ പ്രസൻറ്ററായിട്ടുള്ള ആൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. ആ ടൈം അതെ അത് തന്നെയാണ് ഞാനെന്ന് പറയാണ്. ഈ ഒരു ടൈമിന് ജോയിൻ്റെ അടുത്ത് അവൻ്റെ അമ്മ, വരുന്ന കാര്യം എന്നോടൊന്ന് നേരത്തെ പറയാത്തെ, ഞാനൊന്ന് വീട് ക്ലീൻ ചെയ്തിടുമായിരുന്നല്ലോ എന്ന് പറയാണ്. ഇട്ടൊരു അതൊന്നും കുഴപ്പമില്ല, ഞാനിപ്പോൾ തന്നെ പോവും, അമ്മയ്ക്ക് വയ്യാന്നിറങ്ങിയിട്ട് ഞാൻ കാണാനായിട്ട് വന്നതാന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈമിന് അവിടെ ജോയുടെ കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ ഇരിക്കുന്നുണ്ടിട്ട് ഇത് അമ്മ എടുത്തതാണെന്ന് വെച്ചപ്പോൾ അമ്മയാണെങ്കിൽ അതെ ഞാൻ എടുത്തതാ എന്ന് പറയാണ്. അപ്പോൾ ജോ കുഞ്ഞിലെ എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അമ്മയാണെങ്കിൽ പണ്ട് ഭയങ്കര വാശിക്കാരനായിരുന്നു, എന്നാൽ അവൻ കോമയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം അവൻ ആളാകെ മാറിപ്പോയി, പുതിയൊരാളെപ്പോലെ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കുമെന്ന് പറയാണ്. ആ ടൈമിന് ഇമാതിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവനെന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ ജോ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുകയാണ്. അവനെല്ലാം അറിയാനുള്ള ശ്രമമാണെന്നൊക്കെ മനസ്സിലായിട്ട് ജോ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്ത്, അമ്മ ഹോസ്പിറ്റലിലോട്ട് പോകണ്ടേ, ഡയാലിസിസിനുള്ള ടൈമായെന്ന് പറയാണ്. ആ സമയം അമ്മ, അതിനി എത്താൻ 1 മണിക്കൂർ ടൈം ഉണ്ടല്ലോ, പതുക്കെ പോയാൽ പോരെന്ന് വെച്ചപ്പോൾ ജോ ആണെങ്കിൽ ഭയങ്കര ട്രാഫിക്കാണ്, ഇപ്പം ഇറങ്ങിയാൽ ടൈം ഇങ്ങനെ ഹോസ്പിറ്റലിൽ എത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ലേഡീനെ വിളിച്ചിട്ട് അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറയാണ്. അങ്ങനെ ജോയുടെ അമ്മ മിങ്ങിൻ്റെ അടുത്ത്, നമുക്ക് പിന്നൊരു സമയം സംസാരിക്കാൻ തുടങ്ങിയിട്ട് ആ വർക്ക് ചെയ്യുന്ന ലേഡിയുടെ കൂടെ അങ്ങോട്ടേ ചെല്ലാണ്. ഈ ഒരു ടൈമിൽ ജോ മിങ്ങിൻ്റെ അടുത്ത്, നിങ്ങളെൻ്റെ അമ്മയുടെ വയ്യായ്ക്ക് അന്വേഷിക്കാൻ വന്നതാണോ അതോ എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ മിങ്ങാണെങ്കിൽ, നിൻ്റെ കാര്യം കൂടെ അറിയാനാണ് വന്നത്, പക്ഷേ നിൻ്റെ കാര്യങ്ങൾ എന്നോട് പറയാൻ നിനക്ക് തീരെ താല്പര്യമുണ്ടെന്ന് എന്നെ കണ്ടിട്ട് തോന്നുന്നില്ല എന്ന് പറയാണ്. ജോ ആ സമയം, അത് കാരണം നിങ്ങൾക്ക് എൻ്റെ അടുത്തുനിന്ന് എന്താ വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയാണ്. അപ്പോൾ ടോങ്ങിൻ്റെ ഫസ്റ്റ് മൂവിയിൽ ആ ഒരു ഫെൻസിങ് സീൻ റീഷൂട്ട് ചെയ്തല്ലോ, അതിൽ ആ ഫസ്റ്റ് മൂവിയിൽ അവരെങ്ങനെ അഭിനയിച്ചോ അതുപോലെ തന്നെ നീ കറക്റ്റ് അഭിനയിച്ചു, അതെങ്ങനെ നിനക്ക് അതുപോലെ അഭിനയിക്കാൻ പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജോ അപ്പം അതെങ്ങനെയോ പറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയം, എനിക്കും നിനക്കും അറിയാം ആ ഫസ്റ്റ് മൂവിയിൽ ആ സീന് ടോങ് അല്ല അഭിനയിച്ചത്, അതിന് പകരം അവനായിട്ട് നിന്ന് മറ്റൊരാളാണ് അഭിനയിച്ചത്. ആ ഒരു അഭിനയിച്ച ആൾക്കും അതാരാന്നറിയാം, അതാരാ അഭിനയിച്ചതെന്നും എനിക്കറിയാമെന്ന് പറയുന്നുണ്ട്. ജോയിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ജോയിൻ്റെ അടുത്ത്, ആ ആളും നീയും കാണാൻ ഒരുപോലെയാണ്, നിങ്ങളുടെയും പേര് സെയിമാണ്, നിങ്ങൾ രണ്ടുപേരും ഒരേ ടൈമിനാണ്, അതായത് ഒരേ ദിവസമാണ് നിങ്ങൾക്ക് 2 പേർക്ക് ആക്സിഡൻറ്റ് പറ്റിയത്,
നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്, ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നിങ്ങനെ പറയാണ്. ജോ ആ സമയം നിങ്ങൾ എന്താ പറയുന്നത്, ഞാനും ആ ജോയും ഒരാളാണെന്നാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മിങ് അതിന് മറുപടി എടുക്കാതെ എനിക്കൊരു സ്ഥലം വരെ പോകാനാണെന്ന് പറഞ്ഞ് അവിടെ നേരെ ചെല്ലാണ്. അങ്ങനെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയതും അവൻ സെക്രട്ടറീനെ കോൾ ചെയ്തിട്ട് എനിക്ക് ഡിറ്റക്റ്റീവിനെ കാണാനായിട്ട് ഇപ്പോൾ വരാൻ പറ്റില്ല, എനിക്ക് മറ്റൊരാളെ അർജൻറ്റായിട്ട് കാണാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കോൾ കെട്ടിയാണ്. അതിനുശേഷം സോളിനെയും ഉട്ടിനെയും കാണിക്കുമ്പോൾ ഇവരാണെങ്കിൽ നേരത്തെ മിങ് പറഞ്ഞ ഒരു ഡിറ്റക്റ്റീവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയായിരുന്നു. ഇയാളാണ് നമ്മുടെ ജോയുടെ വീട്ടിൽ കയറിയ കള്ളൻ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അന്വേഷിക്കുന്നത്. അങ്ങനെ മിങ് പറഞ്ഞിട്ട് ഇയാൾ അവിടെ തൊട്ടടുത്തുള്ള സകല CCTV ക്യാമറാസിൻ്റെ വിഷ്വൽസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ മിങ് വരാത്തതുകൊണ്ട് തന്നെ സോളും മുട്ടും കൂടി ആയിട്ട് ആ വിഷ്വൽസൊക്കെ നോക്കുകയാണ്. അവരുടെ ഉട്ടാണെങ്കിൽ സോളിൻ്റെ അടുത്ത് നീയാണ് ആ കള്ളനെ കണ്ടത്, അതുകൊണ്ട് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറയണമെന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ആ ഒരു വിഷ്വൽസ് നോക്കുകയാണ്. ഈ ഒരു ടൈമിന് മിങ്ങിൻ്റെ അനിയനെയാണ് കാണിക്കുന്നത്. മറ്റൊരു ദിവസം ഇതേ സെയിം പയ്യനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അന്ന് ഇത് മിങ്ങിൻ്റെ അനിയനാണെന്ന് ഒന്നും തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരാന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ആക്ച്വലി ഇത് മിങ്ങിൻ്റെ അനിയനാണ്. മിങ് അന്ന് കാണാൻ വന്ന ആ ഒരു സ്വാമി എന്നൊക്കെ പറയാൻ പറ്റുന്ന ആ ഒരാളെ കാണാനായിട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത്. അങ്ങനെ മിങ് അവിടെ എത്തിയതും മിങ്ങിൻ്റെ അനിയൻ നിനക്ക് തോന്നുമ്പോൾ വന്ന് കാണാനായിട്ട് അതെൻ്റെ കൂട്ടുകാരനൊന്നും അല്ലാന്നിങ്ങനെ പറയുന്നുണ്ട്. അവരുടെ മിങ് അയാളവിടെ ഉണ്ടോയെന്ന് വെച്ചപ്പോൾ മിങ്ങിൻ്റെ അനിയൻ എനിക്കറിയത്തില്ല, ചിലപ്പോൾ ഉണ്ടാവുമെന്ന് പറയാണ്. ബാക്കിയൊന്നും കേൾക്കാൻ നിൽക്കാതെ മിങ്ങ് കയറി പോവാണ്. ഇവരുടെ മിങ്ങിൻ്റെ സെക്രട്ടറി അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ മിങ്ങിൻ്റെ അനിയൻ മിങ്ങിന് എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ സെക്രട്ടറി ആണെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല, ആ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്, ഞാൻ കൂടെ പോകാത്തതുകൊണ്ട് തന്നെ എന്താ സംഭവം എനിക്ക് തീരെ പിടുത്തില്ല എന്ന് പറയാണ്. മിങ്ങിൻ്റെ അനിയൻ മിക്കവാറും അതാ പുതിയ സ്റ്റണ്ട് മാനായിട്ടുള്ള ജോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം വല്ലതും ആയിരിക്കുമെന്ന് പറയാണ്. ഇവരുടെ മിങ്ങിനെ കാണിക്കുമ്പോൾ മിങ്ങ് കാട്ടിനുള്ളിൽ കയറി പോയിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ ആ ഒരു സ്വാമി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അന്ന് ആ സ്വാമിനെ കണ്ട ടൈമിനും ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, അയാൾക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല, അയാൾ കാഴ്ചയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ മിങ് അവിടെ എത്തിയതും ആ സ്വാമിയാണെങ്കിൽ നീ ഇവിടെ എത്തിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. മിങ് ആ സമയം ഞാനിവിടെ വരുമായിരുന്നെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. സ്വാമി അപ്പോൾ നിൻ്റെ ചോദ്യത്തിനുള്ള മറുപടിയും എനിക്കറിയാമായിരിക്കും എന്ന് കരുതിയിട്ടില്ലേ നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേന്നിങ്ങനെ പറയാണ്. ഈയിട്ടേന് മിങ് ഞാനിപ്പോൾ എന്തിനാണ് വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇനിയെങ്കിലും പറ ജോ എവിടെയാ, ഞാൻ ജോയിനെ പോലെ അതേപോലെ ഒരു പയ്യനെ ഞാൻ കണ്ടു, അത് ജോ ആണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം അയാൾ ജോ മരിച്ചിട്ടുമില്ല, ജീവനോടെയും ഇങ്ങ് എവിടെയാ ജോ ഒന്ന് പറഞ്ഞു താന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ പറഞ്ഞു തരാം, പക്ഷേ അതിന് പകരമായിട്ട് നീ ഫസ്റ്റ് എന്നോട് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറയാണ്. മിങ്ങപ്പോൾ എനിക്ക് അതിനൊന്നും നേരമില്ല, എന്നോടൊന്ന് പറയാമോ എന്നിങ്ങനെ ചോദിച്ച് ദേഷ്യപ്പെടാണ്. ആ സമയം അയാൾ എനിക്ക് അവൻ്റെ അടുത്തേക്ക് എത്താനുള്ള വഴി മാത്രമേ നിനക്ക് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ, ആ വഴി കൂടെ മുന്നോട്ട് പോവേണ്ടത് നീയാണെന്ന് പറയാണ്. മിങ് ആ സമയം അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം പറഞ്ഞിട്ട് മിങ് അവിടെ ദേഷ്യത്തിൽ പോവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഉട്ടിനെയും സോളിനെയാണ്. അവരിപ്പോഴും ആ ഒരു വിഷ്വൽസ് എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരിങ്ങനെ നോക്കി മടുത്തിട്ടുണ്ട്. കാരണം ഇവർ ഇത്രയും നോക്കാൻ കാരണം സോള് ഇപ്പം ഏത് ടൈമിന്, അതായത് രാത്രി ഏത് സമയത്താണ് അവിടെ വെച്ച് ആ കള്ളനെ കണ്ടത് എന്ന് അവന് ഓർമ്മയില്ല. അതുകൊണ്ട് അവർ രാത്രി 11 മണി തൊട്ട് വെളുപ്പാങ്കാലം 5 മണി വരെയുള്ള സകല വിഷ്വൽസും പലയിടത്തുള്ള നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നോക്കി മടുക്കുകയാണ്. അങ്ങനെ നോക്കുന്ന ടൈമിന് നമ്മുടെ ജോ ഒരു ക്യാമറയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന കാണിക്കുന്നുണ്ട്. എന്നാൽ അവൻ മുഖം കാണിക്കുന്നില്ല, ബാക്ക് സൈഡ് മാത്രമേ കാണിക്കത്തുള്ളൂ. സോ അത് ആരാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. എന്നാൽ സോളിന് കണ്ടപ്പോഴേ ഡൗട്ട് ആവുന്നുണ്ട്. അവൻ ഓൾറെഡി ജോയിലൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലായതാണ്. സോളിന് ഭയങ്കരമായിട്ട് ഡൗട്ട് ആവുന്നുണ്ട്. ഈ സമയം ഒട്ടും ആ ഒരു ഡിറ്റക്റ്റീവും ഇതാണ് ആളെന്ന് വെച്ചപ്പോൾ സോളിന് ഡൗട്ടുണ്ട്, അവനൊരുവിധം ഉറപ്പായി. എങ്കിലും സോൾ അവരോട് ഇയാളല്ല ആ കള്ളനെന്ന് ഈ ഡ്രസ്സല്ല ഇട്ടിരുന്നത് എന്നിങ്ങനെ പറയാണ്. ആ ടൈമിന് ആ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ഓക്കെ എങ്കിൽ നമുക്ക് വീണ്ടും വിഷ്വൽ കാണാമെന്ന് പറഞ്ഞ് പ്ലേ ചെയ്യാണ്. പക്ഷേ ഈ ഒരു ടൈമിന് സോളാണെങ്കിൽ എന്തോ ആലോചിക്കുന്നുണ്ടായിരുന്നു. സോള് എന്തോ മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് ഒട്ടിനും തോന്നുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജോ അവൻ്റെ അമ്മേനെ കൊണ്ട് ഡയാലിസിസ് ചെയ്യാൻ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നതാണ്. അപ്പോൾ അവർ വേറൊരു നല്ല സെറ്റപ്പായിട്ടുള്ളൊരു വലിയൊരു ഹോസ്പിറ്റലിലേക്കായിരുന്നു വന്നത്. ജോയിൻ്റെ അമ്മ അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് ഇതൊരു വലിയ ഹോസ്പിറ്റലാണല്ലോ, അതുകൊണ്ട് തന്നെ ഡയാലിസിസിന് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാണ്. ആ ടൈമിന് ജോ അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് വിട്ട് വന്നിട്ട് ജോയിൻ്റെ അടുത്ത് ഈ ഹോസ്പിറ്റലിലാണ് നിങ്ങൾ ഡയാലിസിസ് ചെയ്യാൻ പോകുന്നത് എന്നൊരു അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് കാണാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കുകയാണ്. ഈ ഒരു ടൈമിൽ നേഴ്സ് വന്നിട്ട് ജോയുടെ അമ്മയെ വിളിക്കുകയാണ്. അങ്ങനെ ജോയുടെ അമ്മ അങ്ങോട്ടേ ചെല്ലാണ്. ഈ ഒരു ടൈമിൽ ജോ ആണെങ്കിൽ കുട്ടീൻ്റെ അടുത്ത് ഞാൻ അമ്മയ്ക്ക് വേണ്ടി കഴിക്കാൻ ഫുഡ് വാങ്ങാൻ പോകായിരുന്നു, എന്നോട് വരുന്നോ എങ്കിൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് പറയാണ്. ആ സമയം വേണ്ട എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് ജോയിനെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ സമയം ജോയ്ക്ക് ഉട്ടിന് തന്നോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് മനസ്സിലാവാണ്. അങ്ങനെ അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ മാറി നിന്നിട്ട് ഉട്ടാണെങ്കിൽ ജോയിനോട് സംസാരിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ ഉട്ട് ജോയിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരുപാട് റൂമേഴ്സ് വരുന്നുണ്ട് നിന്നെയും മിങ്ങിനെയും പറ്റിയിട്ട്, എന്താണ് ശരിക്കും സംഭവം ചോദിക്കുകയാണ്. ആ സമയം ജോ അത് പിന്നെ ഞാനിപ്പോൾ മിങ്ങിൻ്റെ പാരാമോറാണെന്ന് പറയാണ്. ഈ പാരാമോർ എന്ന് പറയുമ്പോൾ ഒരു റൊമാൻറ്റിക് പാർട്ണർ എന്ന് പറയാം, അതും ഒരു സീക്രട്ടായിട്ട്. എന്നുവെച്ചാൽ ഇപ്പോൾ
ലവറൊന്നും അല്ല, പക്ഷേ ഒരു പാർട്ട്ണറായിട്ട് കൊണ്ട് നടക്കുന്ന ഒരാൾ, അതിനെ പറയുന്നതാണ് പാരാമോറെന്ന്. സോ ഞാൻ അങ്ങനെയുള്ള ഒരാളാണ് മിങ്ങിൻ്റെയെന്ന് പറയാണ്. ഇത് കേട്ടിട്ട് കുട്ടാണെങ്കിൽ നീ എന്തൊക്കെയാണ് പറയുന്നത് ജോ, നീ മണ്ടനാണോ, നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയാൽ, പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ, ഫേമസ് ആവാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ അടുത്ത് ഒന്നും തോന്നിയേക്കരുതെന്ന് പറയുന്നുണ്ട്. കുട്ടാ സമയം ഇതിന് വേണ്ടിയിട്ട് നീ റിഗ്രറ്റ് ആവുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജോ ഇത് ചോദിക്കാനാണ് വന്നതെന്ന് ചോദിച്ചപ്പോൾ കുട്ട് അതെ, പിന്നെ നമ്മൾ ജോയുടെ വീട്ടിൽ കയറിയത് ആരാണെന്ന് അന്വേഷിക്കാനായിട്ട് CCTV ക്യാമറ മൊത്തം ചെക്ക് ചെയ്തു. എന്നാൽ ഡൗട്ടുള്ള ഒരാളെ പോലും ഒരൊറ്റ ക്യാമറയിലുള്ള വിഷ്വൽസിൽ പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇത് കേട്ടാൽ തോന്നും നമ്മുടെ ജോയുടെ പ്രേതമാണ് അവൻ്റെ വീട്ടിൽ വന്നിട്ട് പോയെന്ന്. ഇതെന്താ ഇങ്ങനെ നടക്കുന്നത്, ഞാൻ ഫുള്ള് കൺഫ്യൂസ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ജോയിൻ്റെ അടുത്ത് ജോജോയുടെ വൈഫ് നല്ലൊരു കുക്കാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതാണല്ലോ നീ അവനോട് പറഞ്ഞത്, ഞാനെപ്പോഴാണ് നിന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അതായത് ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ ജോ കോമയിൽ നിന്ന് എഴുന്നേറ്റ് വന്നതിന് ശേഷം അവൻ ഫസ്റ്റ് നമ്മുടെ വുട്ടിൻ്റെ കമ്പനിയിൽ മറ്റൊരു ജോ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് വന്ന ടൈമിന് അവനാണെങ്കിൽ ജോജോയുടെ വൈഫ് ഭയങ്കര കുക്കാണെന്ന് അവന് ഓൾറെഡി അറിയുന്നുണ്ടായിരുന്ന കാര്യം അറിയാതെ അവൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയം ജോജോ അതാരാ നിന്നോട് പറയുന്നത് വെച്ചപ്പോൾ ഉട്ടാണ് പറയുന്നത് ജോ കള്ളം പറയുമായിരുന്നു. അതിപ്പോൾ ഉട്ട് അറിയിച്ചിട്ട് ഉട്ടപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അത് പിന്നെ എനിക്ക് ആൾ മാറിപ്പോയതാ, ഞാൻ മറ്റൊരാളെ ഉദ്ദേശിച്ചതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കുട്ട് ഓ അന്ന് എനിക്ക് ട്വിൻസാണ് ജനിച്ചതെന്ന് നീ പറഞ്ഞു, അതല്ല നിനക്കത് എങ്ങനെ അറിയാമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അത് മറ്റൊരാളായിട്ട് മാറിപ്പോയാണെന്ന് പറഞ്ഞു. ഇപ്പോഴും നിനക്ക് മറ്റൊരാളായിട്ട് മാറിപ്പോയതാണോ, നീ സത്യത്തിൽ ആരാ, എനിക്കറിയാമെന്നുള്ള ജോയിനെ പോലെ തന്നെയാണല്ലോ നിൻ്റെ കഥയുള്ളത്, നീ ശരിക്കും ആരാ സത്യം തുറന്ന് പറയാനായിട്ട് പറയാണ്. ആ സമയം ജോ എന്തോ പറയാൻ വരുന്നുണ്ട്, എന്താ മിങ് അവനെ കോൾ ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജോ ആണെങ്കിൽ മിങ് എന്നെ വിളിക്കുക, ഞാൻ പോവാന്ന് ഇറങ്ങിയിട്ട് അവിടെ നടന്നു പോകാൻ തുടങ്ങാണ്. കുട്ടാ സമയം മറ്റന്നാൾ പരിപാടിയുണ്ട് വരുന്നുണ്ടോ, വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്യാഷ് കിട്ടുമെന്ന് പറയാണ്. ജോ ആ സമയം സോറി മറ്റന്നാൾ ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോവാണ്. ഈ സമയം സോളിനെ കാണിക്കുമ്പോൾ അവനവൻ്റെ കൂടെ കളിക്കുന്ന ഡാൻസേഴ്സിൻ്റെ കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കുന്ന ടൈമിൽ വുട്ട് അങ്ങോട്ടേക്ക് അവനെ കാണാനായിട്ട് വരാണ്. ആ സമയം അവനാണെങ്കിൽ വുട്ടിനെ കണ്ടിട്ട് ഇവിടെ ഉണ്ടായിരുന്നോ, എന്നെ കാണാനായിട്ട് വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം വുട്ട് കൂടെ നിന്നിരുന്ന ആ ഡാൻസേഴ്സിനോട് എനിക്ക് സോളിൻ്റെ അടുത്ത് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്, നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ പുറത്തോട്ട് ഇറങ്ങിയതും വുട്ട് സോളിൻ്റെ അടുത്ത് നമ്മൾ ആ CCTV ക്യാമറയിലെ വിഷ്വൽസ് നോക്കുന്ന ടൈമിന് നീ ആ കള്ളനെ കണ്ടായിരുന്നു, കണ്ടിട്ടും കാണാത്ത പോലെ നീ ഇരുന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം സോള് ഞാൻ കണ്ടൊന്നുമില്ല, ഞാൻ കണ്ടില്ല എന്ന് നേരത്തെ പറഞ്ഞല്ലേ എന്ന് പറയുന്നുണ്ട്. ആ സമയം വുട്ട് എത്ര കാലമായിട്ട് എനിക്ക് നിന്നെ അറിയാം, എന്താ എൻ്റെ അടുത്ത് കള്ളം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ലെന്നാണെന്ന് നീ വിചാരിച്ചത്, നീ ആ കള്ളനെ കണ്ടു, അത് ഇപ്പോഴത്തെ ആ ജോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം സോള് അതിനെന്താ മറുപടി പറയേണ്ടതെന്ന് അറിയുകൊണ്ടാണ് നിൽക്കുന്നുണ്ട്. ഏട്ടനെ മിങ്ങിനെ കാണിക്കുമ്പോൾ മിങ്ങയുടെ വീട്ടിൽ ജോ വരുന്ന വീട്ടിൽ നിൽക്കുകയാണ്. ആട്ടേന് ജോ വന്നിട്ട് സോറി കുറച്ച് ലേറ്റായി പോയി, അമ്മേനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് വരേണ്ട ആവശ്യമുണ്ടായിരുന്നു, അതാ ഞാൻ ലേറ്റായെന്ന് പറയാണ്. ആ സമയം മിങ് അതൊന്നും കുഴപ്പമില്ല, നീ ഫുഡ് കഴിച്ചോന്ന് വെച്ചപ്പോൾ ജോ ഞാൻ കഴിച്ചു എന്ന് പറയാണ്. ആ സമയം മിങ് എനിക്ക് വിശക്കുന്നു, എനിക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യാനായിട്ട് പറയാണ്. ജോ ആ സമയം വേണമെങ്കിൽ ഞാൻ ഫുഡ് നിങ്ങൾക്ക് വേണ്ടി ഓർഡർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. മിങ് ആ സമയം അത് വേണ്ട, നീ എനിക്ക് കുക്ക് ചെയ്ത് തരണം, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മിങ് അവിടെ ചെന്നിരിക്കുകയാണ്. അങ്ങനെ ജോ ആണെങ്കിൽ വാങ്ങിച്ച് വെച്ച സാധനങ്ങളൊക്കെ നോക്കിയ ശേഷം അവൻ കുക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കുക്ക് ചെയ്യുന്ന ടൈം മൊത്തം മിങ് അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ കുക്ക് ചെയ്തതിന് ശേഷം ജോ ആ ഫുഡ് കൊണ്ട് മിങ്ങിന് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു ഫുഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്ന ടൈമിന് മിങ്ങിന് മുമ്പ് മിങ് ആദ്യമായിട്ട് ജോയുടെ വീട്ടിൽ വന്ന ടൈമിന് കുക്ക് ചെയ്ത് കൊടുത്ത കാര്യമാണ് ഓർമ്മ വരുന്നത്. അന്ന് ജോ കുക്ക് ചെയ്ത് കൊടുത്ത അതേ ഫുഡിൻ്റെ സാധനങ്ങൾ തന്നെയായിരുന്നു ഇപ്പോഴും മിങ് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നത്. അന്ന് ജോ ആ ഒരു ഫുഡ് കുക്ക് ചെയ്ത് മിങ്ങിന് കൊടുത്ത ടൈമിന് മിങ് കഴിക്കാൻ പോകുന്നതിന് മുമ്പേ മിങ്ങിന് തടഞ്ഞിട്ട് ജോ ആണെങ്കിൽ അവൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടയും കൂടെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്രാവശ്യം ജോ ആ ഫുഡ് വെക്കുകയാണ്. അങ്ങനെ മിങ് അത് കഴിക്കാനായിട്ട് തുടങ്ങുന്ന ടൈമിന് ഇപ്പോഴും ജോ ആണെങ്കിൽ മിങ്ങിനെ തടഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന തുടങ്ങിയിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതെല്ലാം മിങ് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം മിങ് ഫുഡ് കഴിച്ച് തുടങ്ങാണ്. കഴിച്ച ടൈമിന് മുമ്പ് ജോ ഉണ്ടാക്കി കൊടുത്ത ഫുഡിൻ്റെ അതേ ടേസ്റ്റായിരുന്നു. ആ സമയം മിങ്ങാണെങ്കിൽ ഇത് ഞാൻ മുമ്പ് കഴിച്ചുള്ള അതേ ഫുഡിൻ്റെ ടേസ്റ്റാണെന്ന് പറയാണ്. ജോയ്ക്ക് അപ്പം തന്നെ കാര്യം കത്തുന്നുണ്ട്, താൻ ഉണ്ടാക്കി കൊടുത്ത ഫുഡിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അങ്ങനെ ആ ഒരു വിഷയം മാറ്റാനായിട്ട് ജോ ആണെങ്കിൽ അത് പിന്നെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ഈ രീതിയിൽ ആരുണ്ടാക്കിയാലും ഇതേ ടേസ്റ്റാണ് വരുന്നതെന്ന് പറയാണ്. മിങ് അപ്പോൾ അല്ല, പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുള്ള ടേസ്റ്റാണ് എന്നിങ്ങനെ പറയാണ്. അതിനുശേഷം ജോ ആണെങ്കിൽ കുളിക്കാനായിട്ട് ഇങ്ങനെ ബാട്ടബിൽ ഇരിക്കുകയാണ്. ആ ടൈമിന് മിങ് അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റാണ്. പെട്ടെന്ന് ജോയ് ശ്രദ്ധിച്ചിട്ട് മിങ്ങിനെ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആ സമയം മിങ് ഇതെൻ്റെ വീട്ടിലെ ബാത്റൂമല്ലേ, അപ്പം എനിക്ക് ഇവിടെ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് നേരെ ബാട്ടബിൽ ജോയിൻ്റെ കൂടെ കയറി ഇരിക്കുകയാണ്. ജോയ്ക്ക് തീരെ താല്പര്യമില്ല, പക്ഷേ മിങ് ഒബ്സസ്ഡ് ആയതുപോലെ ജോയിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അവൻ്റെ അടുത്ത് ചെന്നിരുന്ന ശേഷം നീ സത്യത്തിൽ ആരാ,
നീയാണോ അവൻ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ആ ഒരു ടൈമിൽ ജോ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട്. മിങ്ങപ്പോൾ നീ എന്നെ ഇങ്ങനെയിട്ട് ബുദ്ധിമുട്ടിക്കല്ലേ, നീ സത്യം തുറന്ന് പറയ്, നീ ആരാ, നീ എന്താ അവനെപ്പോലെ തന്നെ ഉള്ളത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ ഞാൻ അവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ എങ്ങനെ അവനാവാനാ? അങ്ങനൊരു കാര്യം ഈ ലോകത്ത് എങ്ങനെ നടക്കാനാ എന്നിങ്ങനെ പറയാണ്. എന്നിട്ട് ജോ മിങ്ങിൻ്റെ അടുത്ത് ശരിക്കുള്ള ജോ മരിച്ചു എന്ന് പറയുന്നുണ്ട്. മിങ്ങ ആ സമയം അവൻ മരിച്ചിട്ടില്ല എന്ന് പറയാണ്. ജോ വീണ്ടും യഥാർത്ഥ ജോ മരിച്ചു എന്ന് തന്നെ പറയാണ്. മിങ്ങപ്പോൾ അങ്ങനെയൊന്നുമില്ല, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഈ വാട്ടപ്പിൽ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞിട്ട് ജോയിനെ ആ ബാട്ടപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാണ്. അങ്ങനെ ജോ ആണെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകാനായി നിൽക്കുകയാണ്. നോക്കുന്ന ടൈമിന് ജോ മരിച്ചു എന്ന് പറഞ്ഞു കേട്ടിട്ട് മിങ്ങിരുന്ന് കരയാണ്. അതിനുശേഷം കാണിക്കുന്ന മിങ്ങ് അന്ന് പോയി കണ്ട ആ ഒരു സന്യാസിയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. ചെന്നപ്പോൾ അയാൾ അവിടെ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം അയാൾ ചെന്ന് കണ്ട സമയത്ത് തൻ്റെ കൂടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജോ എവിടെയാണുള്ളതെന്ന് പറഞ്ഞു തരാമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിങ്ങിപ്പോൾ ഞാൻ നിങ്ങളോട് ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ജോ എവിടെയാണുള്ളതെന്ന് എനിക്ക് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അയാൾ കണ്ണുറന്നിങ്ങനെ നോക്കുകയാണ്. ഈ ഒരു ടൈമിൽ ജോയിനെ കാണിക്കുമ്പോൾ അവൻ നമ്മുടെ യഥാർത്ഥ ജോയിയുടെ അച്ഛൻ്റെ അമ്മയുടെയും കല്ലറയുടെ അടുത്ത് വന്നിരുന്നിട്ട് അവർക്ക് ബൊക്കെയും കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നത് അവിടെ വച്ചിട്ട് പാരൻസിനോട് സംസാരിക്കുകയാണ്. ആട്ടേൻ അവനിപ്പോൾ പുതിയൊരു ബോഡിയിലായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആരാണെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലേ, ഞാൻ നിങ്ങളുടെ മകൻ ജോ തന്നെയാണ്. എനിക്ക് പക്ഷേ എൻ്റെ യഥാർത്ഥ ബോഡി സംരക്ഷിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബോഡി ഇരിക്കുന്നതും. ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി, ഞാൻ വിചാരിച്ചത് ആ ഒരു ബോഡി നഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമെന്നാ. എന്നാൽ എന്തോ ഇതിൽ ഞാനിപ്പോൾ ഈ ബോഡി കയറി. പക്ഷേ ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരും. ഇപ്പോൾ എനിക്ക് സംരക്ഷിക്കാനും നോക്കാനും ഒക്കെ ആയിട്ട് ഒരാളുണ്ട്. ഞാൻ അയാളെ നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളും നേരെ ചെയ്ത് പോകുമെന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ പുറകിൽ നിന്ന് ജോ എന്നൊരു വിളി കേൾക്കാണ്. ജോ അത് ഇട്ട് തിരിഞ്ഞു നോക്കിയതും ഉട്ടും സോളുമായിരുന്നു അത്. ഉട്ടിനും സോളിനും ജോ ഈ ഒരു കലറയുടെ അടുത്ത് വന്നിരുന്നപ്പോൾ തന്നെ ഇത് നമ്മുടെ യഥാർത്ഥ ജോ ആണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉട്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയുടെ അടുത്ത് നിന്നിട്ട് അവൻ അടിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ അടുത്ത് അന്ന് ആ പ്രൊഡക്ഷൻ ടീമിൻ്റെ അടുത്ത് സ്റ്റണ്ട് ചെയ്യാൻ പോരുത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പറയാതെ നീ പോയില്ലേ, നീ അങ്ങനെ പോയതുകൊണ്ട് നിനക്കിപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയില്ലേ, നിൻ്റെ അടുത്ത് പോരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞാന്ന് ചോദിച്ചുകൊണ്ട് ജോയിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ടൈമിൽ സോള് ഉട്ടിനെ തടഞ്ഞു വെക്കുന്നുണ്ട്. ജോ ആ സമയം ഉട്ടിൻ്റെ അടുത്ത് സോറി പറയുന്നുണ്ട്. അങ്ങനെ ഉട്ട് ജോയിനെ ഹഗ് ചെയ്തുകൊണ്ട് നീ തിരിച്ചു വന്നല്ലേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് കരയാണ്. ഈ ഒരു ടൈം മിങ്ങിനെ കാണിക്കുമ്പോൾ അവനവിടെ ആ സന്യാസിയുടെ അടുത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാണ്. പക്ഷേ അവന് അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവനിങ്ങനെ കണ്ണൂർ നോക്കിയിട്ട് അയാളെ നോക്കിക്കൊണ്ട് എത്ര നേരം ഞാൻ ഇവിടെ ഇങ്ങനെ കയറി ഇരിക്കണമെന്ന് ചോദിക്കുകയാണ്. ആ സമയം അയാളാണെങ്കിൽ ഓരോരുത്തർക്കും മെഡിറ്റേറ്റ് ചെയ്ത് അങ്ങ് ടോപ്പിലെത്താനായിട്ട് ഓരോ ടൈമാണ്, ചിലർ പെട്ടെന്ന് എത്തും, ചിലർ കുറച്ച് ടൈം എടുത്തേ എത്തത്തുള്ളൂ. എന്നാലും മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈമിന് അവരങ്ങ് ടോപ്പിലെത്തുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നീ പതുക്കെ ഇരുന്ന് ചെയ്യാനായിട്ട് പറയാണ്. അങ്ങനെ മിങ്ങാണെങ്കിൽ തീരെ താല്പര്യമില്ലാതെ അവിടെ ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് ലാസ്റ്റ് വീണ്ടും അങ്ങ് മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഈ ഒരു ടൈമിന് ഉട്ടിനെയും സോളിനെയും ജോയിനെയും കാണിക്കുമ്പോൾ അവരാണെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ് ഇരിക്കുകയാണ്. ഇപ്പം തന്നെ രാത്രി ആയിട്ടുണ്ട്. ജോ ആണെന്ന് അവർക്ക് മനസ്സിലായി, ജോ തിരിച്ചു വന്നെന്ന് അവർക്ക് ഉറപ്പായി. അങ്ങനെ ഇവർ മൂന്നുപേരും സന്തോഷിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. വീട്ടിന് ഉട്ടാണെങ്കിൽ ജോയിൻ്റെ അടുത്ത് നീയാണിതെന്ന് എന്നോട് എന്താ നേരത്തെ തുറന്ന് പറയാത്തത്, ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ചോദിച്ചപ്പോൾ പോലും നീ ഒന്നും മിണ്ടിയില്ലല്ലോ എന്ന് പറയാണ്. ആട്ടേനും ജോ ഞാൻ നേരത്തെ പറയണമായിരുന്നു, എങ്കിൽ ശരി ഞാനിപ്പോൾ പറഞ്ഞ് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് ഉട്ടിൻ്റെ അടുത്ത് നേരെ തിരിഞ്ഞിരുന്ന ശേഷം ഹായ് വുട്ട്, ഇത് ഞാനാ ജോ, ഞാനാ യഥാർത്ഥ ജോ, ഇപ്പം ഞാൻ ഈ ബോഡിയിലാണ്, എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാനാ ശരിക്കുള്ള ജോ എന്നിങ്ങനെ പറയാണ്. ആട്ടന് വിട്ടത് കേട്ടിട്ട് നീ ശരിക്കും ഇങ്ങനെ എൻ്റെ അടുത്ത് ഒന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിനക്ക് ഇതിൽ തലയ്ക്ക് അസുഖമാണെന്ന് വിചാരിച്ച് ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ അയച്ചേനെന്ന് പറയാണ്. ആട്ടന് ജോ അതുകൊണ്ടാണ് ഞാൻ വന്ന് പറയാത്തത്, എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എങ്ങനെ പറയണം, ഏത് രീതിയിൽ പറയണം എന്നൊന്നും തന്നെ എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചില്ലേ, ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയാണ്. ആട്ടന് ജോ ആണെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ സ്ക്രിപ്റ്റ് ആരാന്തോ എഴുതിയത് എല്ലാം പഴയതുപോലെയായി, ടോങ്ങും മിങ്ങും വരെ വീണ്ടും ഇവിടെ വന്നു, എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ആട്ടന് ജോ ആണെങ്കിൽ എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ ഒന്ന് വരാൻ കിടപ്പുണ്ട്, അതൊക്കെ വന്നല്ലേ തീരൂ, പിന്നെ ഇപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, എന്നെ അവർ പൊന്നുപോലെ നോക്കുകയാണെന്ന് പറയാണ്. ആ സമയം സോള് ജോയിൻ്റെ അടുത്ത് നീ എന്ത് നല്ല ആളാ, അവർ നിൻ്റെ സ്വന്തം അമ്മയല്ലാഞ്ഞിട്ട് പോലും അവർക്ക് വേണ്ടി നീ ഇപ്പം ജീവിക്കുന്നില്ലേ എന്ന് പറയാണ്. ജോ അപ്പോൾ സോളിൻ്റെ അടുത്ത് ഒരു ഓർഫണായിട്ടുള്ള എനിക്ക് സ്വന്തം മകൻ പോലും അല്ലാതെ അവരിത്രയും തരുന്ന സ്നേഹം ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമാണ്, അതുകൊണ്ട് എനിക്കിതങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് പറയാണ്. ഈ സമയം സോള് ജോയിൻ്റെ അടുത്ത് എന്തായാലും നീ തിരിച്ചു വന്നല്ലോ, അത് തന്നെ വലിയ സന്തോഷമുള്ള കാര്യം എന്ന് പറയാണ്. കുട്ടപ്പോൾ അതെ അതെ വാ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം, ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ട് എത്ര നേരമായി, ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ ഡ്രിങ്ക് ചെയ്തില്ലെങ്കിൽ രണ്ടുപേരെ ഞാൻ വീട്ടിൽ വിടത്തില്ല, ഡ്രിങ്ക് ഈ ഫുഡ് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. വീട്ടിൽ നിന്ന് ജോ ആണെങ്കിൽ ഒരു വോയിസ് ഓവർ പറയുന്നത് കേൾപ്പിക്കുന്നുണ്ട്. അതായത്
ഞാൻ യഥാർത്ഥ ജോ ആണെന്ന് തെളിയിക്കാൻ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫ് പോലും ഇല്ല. എന്നിട്ടും ഇവർ രണ്ടുപേരും ഞാൻ യഥാർത്ഥ ജോ ആണെന്ന് വിശ്വസിച്ചു. അത് ഞാനാണെന്ന് അവർ മനസ്സിലാക്കി. ഇതാണ് ഒരു ബോണ്ടെന്ന് പറയുന്നത് എന്നെനിക്ക് തോന്നുന്നു എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന സോൾ ജോയിനെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നതാണ്. അങ്ങനെ കൊണ്ടുവിട്ടിട്ട് ജോ ആണെങ്കിൽ സോളിൻ്റെ അടുത്ത് ബായ് പറയും പോകുന്ന ടൈമിന് സോള് ഞാൻ അകത്തേക്ക് വന്നത് എൻ്റെ അമ്മേനെ കണ്ടോട്ടേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവരുടെ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറാണ്. ഈ ഒരു ടൈമിന് അവൻ്റെ അമ്മേനെ അവിടെ നോക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു ലേഡി നോൾ, ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഏതോ ഒരു ചൈനീസ് ഡ്രാമയിലെ കിസ് സീൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഷൈ ആയിട്ടിരിക്കുന്ന ടൈമിൽ കറക്റ്റ് ജോയും സോളും കയറി വരാണ്. അങ്ങനെ അവൻ്റെ അമ്മ പെട്ടെന്ന് ടി ഓഫ് ചെയ്തിട്ടാണ്. അങ്ങനെ സോളിനെ കണ്ടതും അവൻ്റെ അമ്മയാണെങ്കിൽ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ, അല്ല നിങ്ങളല്ലേ മ്യൂസിക് വീഡിയോസിലൊക്കെ ഉള്ള ആൾ എന്നിങ്ങനെ പറയാണ്. ആ ടെന്ന് സോൾ എന്നെ അറിയാമെന്ന് വെച്ചപ്പോൾ ജോയുടെ അമ്മ പിന്നെ എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ, ഞാനും നോളും നിങ്ങളുടെ കട്ട ഫാനാണ് എന്ന് പറഞ്ഞിട്ട് സോളിനെ പിടിച്ച് അടുത്തിരുത്തുന്നുണ്ട്. ആ ടെന്ന് നോൾ ഞാൻ കുടിക്കാനായിട്ട് വെള്ളം എടുക്കാമെന്ന് പറയാണ്. ഈ സമയം ജോയുടെ അമ്മയാണെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടേന്ന് ചോദിക്കുകയാണ്. ആ സമയം സോൾ സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ ജോയുടെ അമ്മയും സോളും കൂടി ഒരുമിച്ച് നിന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. ഈ ടൈമിന് സോളാണെങ്കിൽ എൻ്റെ പുതിയ മ്യൂസിക് വീഡിയോയുടെ എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു, ആ വീഡിയോ എൻ്റെ കിട്ടി, കാണാൻ താല്പര്യമുണ്ടോ ഞാൻ കാണിച്ചു തരട്ടേന്ന് ചോദിക്കുകയാണ്. ആ സമയം അവരാണെങ്കിൽ കാണാമെന്ന് ഇറങ്ങിയിട്ട് കാണിച്ചെടുക്കുകയാണ്. ഇതേ മ്യൂസിക് വീഡിയോയിലാണ് നമ്മുടെ ജോയും അവനോട് അഭിനയിച്ചത്. അങ്ങനെ ആ ഒരു മ്യൂസിക് വീഡിയോ കാണുന്ന ടൈമിന് ജോയുടെ അമ്മയാണെങ്കിൽ സോൾ എന്ത് രസം, അവൻ്റെ ചിരി എന്ത് രസം, എന്ത് സുന്ദരനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജോയും അടുത്ത് വന്നിരുന്നിട്ട് അമ്മ ഈ ഒരു വീഡിയോയിൽ ഞാനും ഉണ്ട്, എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയാമെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ നീ കുഴപ്പമില്ല പക്ഷേ സോളിനെ നോക്ക് എന്ത് ഭംഗിയാണ്, എന്ത് രസമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം സോള് പോകാനായിട്ട് ഇറങ്ങാണ്. ഈ ഒരു ടൈമിൽ ജോ ആണെങ്കിൽ നീ വന്നപ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്നെ വേണ്ട, അതായത് നിന്നെ മതി എന്ന് പറയാണ്. ആ ടൈം സോള് വേറെ ആർക്ക് നിന്നെ വേണ്ടെങ്കിലും എനിക്ക് നിന്നെ വേണമെന്ന് പറയാണ്. ആ സമയം ജോ ഞാൻ ഒരു തമാശ ഇറങ്ങിയാടാന്ന് ഇറങ്ങിയപ്പോൾ സോള് പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, പിന്നെ നിൻ്റെ കടമൊക്കെ തീർക്കാനായിട്ട് ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, പൈസ ഞാൻ തരാം, അങ്ങനെ നിനക്ക് മിങ്ങിൻ്റെ അടുത്ത് നിന്ന് തിരിച്ചു തരാമല്ലോ എന്ന് പറയാണ്. ആട്ടേന് ജോ അത് വേണ്ട, അതാണ് ഞാൻ ചൂസ് ചെയ്ത വഴി, അപ്പോൾ ആ ചൂസ് ചെയ്തതിന് ഞാൻ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാണ്. ഈ ഒരു ടൈമിന് സോള് ജോവിനെ ഹഗ് ചെയ്തിട്ട് നിന്നെ വീണ്ടും കാണാൻ പറ്റും നീ ഒട്ടും വിചാരിച്ചില്ല, നീ ഇവിടെ ഉണ്ട്, ഇതൊന്നും എനിക്കിപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയാണ്. അതിനുശേഷം കാണിക്കുന്ന അടുത്ത ദിവസം മിങ്ങാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം തുടങ്ങിയാണ് മെഡിറ്റേഷൻ, ഇപ്പോഴും അവനിങ്ങനെ മെഡിറ്റേഷനിൽ ഇരിക്കുകയാണ്. മിങ്ങായതുകൊണ്ട് ഇനിയിപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവ ഇരുന്ന് ഉറങ്ങിയോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവനാണല്ലോ ആൾ. എന്തായാലും ഇപ്പോൾ അവൻ ഉറക്കത്തിലല്ല, ഇപ്പോൾ ശരിക്കും മെഡിറ്റേഷനിൽ തന്നെയാണ്. കാരണം അവൻ ഈ മെഡിറ്റേഷനിൽ ഇരുന്നുകൊണ്ട് ജോയുമായിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ജെയ്ക്കിൻ്റെ ബോഡിയിൽ കയറിയിട്ട് വന്നപ്പോൾ തൊട്ടുള്ള സംഭവങ്ങളെല്ലാം ഇവനിങ്ങനെ ഓരോന്നായിട്ട് എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോയുമായിട്ട് കറക്റ്റ് കണക്ഷൻ വരുന്ന സംഭവങ്ങളെല്ലാം ഇവൻ്റെ കൂടെ ജോ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളും മൊമെൻറ്റ്സും ഇവനുണ്ടായ ഡൗട്ടും സംഭവങ്ങളും ഒക്കെ ഇങ്ങനെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം ആലോചിച്ചിട്ട് അവൻ കണ്ണു തുറക്കുകയാണ്. ഈ ഒരു ടൈമിന് ആ ഒരു സ്വാമിയാണെങ്കിൽ അവൻ്റെ അടുത്ത് നീ നോക്കുന്നതിന് ഉത്തരം കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം മിങ്ങ് പക്ഷേ നേരെ തിരിച്ചാണ് നടന്നത്, ഉത്തരം കിട്ടുകയല്ല ചെയ്തത്, എനിക്ക് കുറേ ചോദ്യങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത്, അതും ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് എനിക്ക് ഉണ്ടായതെന്ന് പറയാണ്. ആ സമയം അയാൾ ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണോ ഉണ്ടായത്, അതോ കിട്ടിയ ഉത്തരം നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നീ മാറിയതാണോ എന്ന് ചോദിക്കുകയാണ്. മിങ്ങ് ആ സമയം എഴുന്നേറ്റ് അയാളുടെ അടുത്ത് വന്നിട്ട് അങ്ങനെയും പറയാം, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം അയാൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, ഉത്തരം നിനക്ക് തന്നെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ജോ ആണെങ്കിൽ എൻ്റെ അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ്. അങ്ങനെ നേഴ്സ് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ തന്നെ വിളിച്ചാൽ മതി പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഈ ഒരു ടൈമിൽ ജോയുടെ അമ്മ അവൻ്റെ അടുത്ത് നീ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ജോ ഒന്നുമില്ല എന്ന് പറയാണ്. ആട്ടേന് അവൻ്റെ അമ്മ ഒന്നുമില്ലേ, എനിക്ക് തോന്നുന്നത് നിന്നെ സോള് വീട്ടിൽ കൊണ്ട് വിട്ടപ്പോൾ തൊട്ട് നീ ഭയങ്കര ഹാപ്പിയാണ്, അവനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തോ കാര്യമാണല്ലോ, എനിക്ക് പ്രായമായി എന്നാൽ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി സോളിന് നിന്നെ ഇഷ്ടമാണെന്ന്, നിനക്ക് അവനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ അമ്മ എനിക്കിപ്പോൾ വേറെ ആരെയും നോക്കാൻ നേരെയില്ല, അതുകൊണ്ട് എനിക്ക് ആരുടെ ഫീലിങ്സ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മയാണെങ്കിൽ പക്ഷേ ഞാൻ ഈ ലോകം വിട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേന്ന് പറയാണ്. ആ സമയം ജോ അമ്മ എന്തിനാ അങ്ങനെ പറഞ്ഞത്, അമ്മ ഒരുപാട് കാലം എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറയാണ്. ആ സമയം അവൻ്റെ അമ്മ പക്ഷേ ഞാനല്ലാതെ മറ്റൊരാൾ നിന്നെ പൊന്നുപോലെ നോക്കുന്നത് എനിക്ക് കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടെന്ന് പറയാണ്. ഈ സമയം ജോ അവൻ്റെ അച്ഛനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ മരിച്ചെന്നല്ലേന്ന് ചോദിക്കുകയാണ്. ആ സമയം അമ്മ അതെ, നിനക്ക് 7 വയസ്സുള്ളപ്പോൾ
നിൻ്റെ അച്ഛൻ മരിച്ചു എന്ന് പറയാണ്. ആ സമയം അവനാണെങ്കിൽ അപ്പോൾ അച്ഛനും അമ്മയും ഒരുപാട് കാലമൊന്നും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലേ, അമ്മയ്ക്ക് ഇപ്പോൾ പാസ്റ്റിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ അമ്മ വീണ്ടും അച്ഛനെ തന്നെ ചൂസ് ചെയ്യുമോ അതോ മറ്റാരെങ്കിലും ചൂസ് ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. ആ സമയം അമ്മയാണെങ്കിൽ എത്ര പ്രാവശ്യം പുറകോട്ട് പോയാലും നിൻ്റെ അച്ഛനുണ്ടെങ്കിൽ ഞാൻ അച്ഛനെ മാത്രമേ ചൂസ് ചെയ്യത്തുള്ളൂ എന്ന് പറയാണ്. ഈ ഒരു ടൈമിൽ ജോയ്ക്കൊരു മെസ്സേജ് വരാണ്. നോക്കിയപ്പോൾ മിങ്ങായിരുന്നു. മിങ്ങൊരു മെസ്സേജ് പെട്ടെന്ന് ഈ ഇടയിൽ വരാനായിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കാണിക്കുന്നത് മിങ്ങിൻ്റെ അനിയൻ മിങ്ങിൻ്റെ റൂമിൽ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവിടെ മിങ്ങിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അവനും ഉണ്ട്. ആ ഒരു ടൈമിൽ അങ്ങോട്ടേക്ക് ജോ വരാണ്. ജോ വന്നിട്ട് നമ്മുടെ മിങ്ങിൻ്റെ അനിയനെ കാണാണ്. ആദ്യമായിട്ടാണ് മിങ്ങിൻ്റെ അനിയനെ ജോ കാണുന്നത്. അങ്ങനെ മിങ്ങിൻ്റെ അനിയൻ, ഞാനാണ് നിനക്ക് മെസ്സേജ് അയച്ചത്, എൻ്റെ പേര് മൈക്ക്, ഞാൻ മിങ്ങിൻ്റെ ബ്രദറാണെന്ന് പറയുന്നതാണ്. അങ്ങനെ ജോ ആണെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ മൈക്കാണെങ്കിൽ അത് പിന്നെ മിങ് നീയുമായിട്ട് ഭയങ്കര ഒബ്സസ്ഡ് ആയ പോലെ എനിക്ക് തോന്നി. ആരാണ് അവൻ ഇത്രയും ഒബ്സസ് ആക്കാൻ കാരണക്കാരനായ ആളെന്ന് എനിക്കൊന്ന് കാണണമായിരുന്നു. ആ ആളെ കാണാനായിട്ടാണ് ഞാൻ വിളിച്ചത്. നീ പ്രതീക്ഷ പോലെയൊന്നും അല്ലല്ലോ, എന്താ നിൻ്റെ ഉദ്ദേശം, നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ആ സമയം എനിക്കൊന്നും വേണ്ട, ഞാൻ നിൻ്റെ ബ്രദറിൻ്റെ ഒരു കളിപ്പാവം മാത്രമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം 5 മില്യണും ഒരു വീടും തരാനുള്ള മാത്രം അത്രയൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കളിപ്പാവയാടോ നീ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ജോ ആണെങ്കിൽ എനിക്ക് പൈസ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എൻ്റെ അമ്മയുടെയും എൻ്റെ ലൈഫ് അതിലാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ആ പൈസ വെറും ഒരു പേപ്പർ കഷ്ണം മാത്രമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം മൈക്കാണെങ്കിൽ എത്ര കാലം മിങ്ങിൻ്റെ കൂടെ നടക്കാനാണ് അതിൻ്റെ പ്ലാനെന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ ഒരുപാട് കാലമൊന്നുമില്ല, 1 വർഷം, അത് കഴിഞ്ഞ് ഞാൻ പോകുമെന്ന് പറയാണ്. ആ സമയം മൈക്ക് നീ പോയില്ലെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യട്ടെന്ന് ചോദിച്ചപ്പോൾ ജോ ആണെങ്കിൽ ഞാൻ നിൽക്കാൻ പോകുന്നില്ല, ഞാൻ എന്തായാലും 1 വർഷം കഴിഞ്ഞ് പോകും, പിന്നെ നിങ്ങളുടെ ആൾക്കാർക്ക് ഒരു സ്റ്റണ്ട് മാനെ നശിപ്പിച്ച് കളയാൻ ഒരുപാട് നേരമൊന്നും വേണ്ടല്ലോ എന്ന് പറയാണ്. കാരണം നമ്മുടെ ജോ മരിക്കാനായിട്ട് കാരണക്കാരായത് മിങ്ങും ടോങ്ങൊക്കെ ആണല്ലോ, അത് ഉദ്ദേശിച്ചാണ് അവനിപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ജോ ആണെങ്കിൽ ഞാൻ എന്തായാലും മിങ്ങിൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവും, മിങ് എന്നെ വിടോ ഇല്ലയോ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല, അതുകൊണ്ട് നീ പോയി മിങ്ങിനെ ശ്രദ്ധിക്കാനായിട്ട് പറയാണ്. കറക്റ്റ് ടൈമിന് അങ്ങോട്ടേക്ക് മിങ് കയറി വരുന്നുണ്ട്. അങ്ങനെ മിങ്ങിൻ്റെ അനിയൻ അവിടെ നിൽക്കുന്ന കണ്ടിട്ട് അവൻ്റെ അടുത്ത് നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ്റെ അസിസ്റ്റൻറ്റിനെ നോക്കിയിട്ട് നീയാണോ അവനെ വീട്ടിൻ്റെ അകത്തേക്ക് കയറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇവരുടെ ടൈമിന് ജോ ആണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും മിങ് ജോനെ തടഞ്ഞു നിർത്തിയിട്ട് നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ ശേഷം മിങ്ങിൻ്റെ അനിയൻ്റെ അടുത്ത് മേലാൽ എൻ്റെ ലൈഫിൽ ഇടപെടരുതെന്ന് പറഞ്ഞിട്ട് ജോയിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ചെല്ലാണ്. നേരെ ഇവർ ചെന്നത് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു. അവിടെ നമ്മുടെ ജോയുടെ, അതായത് നമ്മുടെ റിയൽ ജോയുടെ വണ്ടി അതവിടെ ഉണ്ടായിരുന്നു. അതിപ്പോൾ മിങ്ങിൻ്റെ കയ്യിലായിരുന്നു. അങ്ങനെ ആ ഒരു വണ്ടി കണ്ടതും ജോയ്ക്കാണെങ്കിൽ അവൻ്റെ വണ്ടിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ അവൻ നിൽക്കുകയാണ്. എന്നിട്ട് മിങ്ങ് കീ എടുത്തിട്ട് വണ്ടി എടുക്ക്, എങ്ങോട്ടായാലും എന്നെ കൊണ്ടുവരാനായിട്ട് പറയാണ്. മുമ്പ് ഈ ഒരു ഫസ്റ്റ് മീറ്റ് ചെയ്ത ടൈമിനും നമ്മുടെ മിങ്ങ് ജോയുടെ കാറിൽ കയറിയപ്പോൾ മിങ്ങ് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, എന്നെ എങ്ങോട്ടേലും കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മിങ്ങിന് എന്തൊക്കെയോ മനസ്സിലായെന്നാണ് തോന്നുന്നത്. കാരണം മുമ്പ് അവൻ എങ്ങനെയൊക്കെയാണോ പറഞ്ഞത് അതേ സെയിം ഡയലോഗുകൾ ഇവനോട് പറയാണ്. എന്നാൽ ജോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം, ഇവൻ ഇങ്ങനെ തന്നെ വീണ്ടും പറയുന്നുണ്ടല്ലോ, കാരണം എന്താ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെ നിന്നിട്ട് മിങ്ങിൻ്റെ അടുത്ത് എനിക്ക് എങ്ങോട്ടാണ് നിങ്ങളെ കൊണ്ടുപോകേണ്ടതെന്ന് അറിയത്തില്ല, എവിടെയാണ് പോവേണ്ടതെന്ന് ചോദിക്കുകയാണ്. മിങ്ങാ സമയം എനിക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ഒരു സ്ഥലമുണ്ട്, എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പറയാണ്. ഇവർ നേരെ ചെന്ന് നമ്മുടെ ജോയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ അവിടെ എത്തിയതും നമ്മുടെ ജോയ്ക്ക് അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ട് മടിയുണ്ട്. അങ്ങനെ ജോ ഞാൻ വരണമെന്ന് വെച്ചപ്പോൾ മിങ്ങ് വന്നാൽ നിനക്ക് എന്താ കുഴപ്പമെന്ന് ചോദിച്ചുകൊണ്ട് മിങ്ങ് ജോയിനെ വിളിച്ചുകൊണ്ട് അകത്ത് ചെല്ലാണ്. അങ്ങനെ മുമ്പ് സംഭവിച്ച പോലെ തന്നെ അവരന്ന് ജോയുടെ വീട്ടിൽ വന്നപ്പോൾ അവർ കിസ് ചെയ്യാൻ ഇൻറ്റിമേറ്റ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരെവിടെ വെച്ചാണോ കിസ് ചെയ്യാൻ തുടങ്ങിയത് അതേ സ്ഥലത്തെത്തിയപ്പോൾ മിങ്ങ് ജോയിനെ കിസ് ചെയ്ത് വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവർ കംപ്ലീറ്റ് ആ ഇൻറ്റിമേറ്റ് അങ്ങ് ആവുകയാണ്. അങ്ങനെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഇവരിങ്ങനെ റൂമിൽ കിടക്കുന്ന ടൈമിന് മിങ്ങാണെങ്കിൽ നമ്മുടെ ജോയുടെ വീട്ടിൽ ഒരു കള്ളം കയറിയ കാര്യം നീ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ഡിറ്റക്റ്റീവ് വന്ന് അന്വേഷിച്ചപ്പോൾ ഡോറ് ബലം പ്രയോഗിച്ച് തുറന്നതിൻ്റെ ഒരടയാളം പോലുമില്ല. അതിൻ്റെ അർത്ഥം സ്പെയർ കീ ഉപയോഗിച്ചാണ് അയാൾ ഡോറ് തുറന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ സ്പെയർ കീ എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്കും സോളിനും നിനക്കും മാത്രമേ അറിയാവൂ എന്ന് പറയാണ്. ആ സമയം ജോ ആണെങ്കിൽ അത് ഞാൻ എങ്ങനെ അറിയാനാ, എനിക്കെങ്ങനെ ഇതിൻ്റെ സ്പെയർ കീ എങ്ങനെ അറിയാമെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം മിങ്ങ് നീ എൻ്റെ അടുത്ത് കളിക്കണ്ട, എനിക്ക് കാര്യങ്ങളെല്ലാം അറിയാം, നീയാണ് ആ പഴയ ജോ, നീ ഇപ്പോൾ പുതിയൊരു ബോഡിയിൽ വന്നിരിക്കുകയാണെന്ന് പറയാണ്. അങ്ങനെ മിങ്ങ് സത്യങ്ങളെല്ലാം തുറന്നറിയുന്ന കേട്ടിട്ട് ജോ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എന്നാൽ അത് പുറത്ത് കാണിക്കാതെ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ആൾക്കാർ വിശ്വസിക്കുന്ന എല്ലാ കാര്യവും പറയാനായിട്ട് പറയാണ്. ആ സമയം മിങ്ങ് എന്നെ പറ്റിക്കാന്ന് വിചാരിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ടൈം മിങ്ങിന് ഒരു കോൾ വരാണ്. ആ കോളിൽ അവൻ എടുത്തതും ആരോ ഒരാൾ അവൻ്റെ അടുത്ത് ജോയിയുടെ ബോഡി കിട്ടിയെന്ന് പറയാണ്. അങ്ങനെ മിങ്ങ് അതായിട്ട് ഷോക്കാവുന്നുണ്ട്. അവനങ്ങനെ ആ ഒരു കാര്യം ജോയിൻ്റെ അടുത്ത് പറയാണ്. അതായിട്ട് ജോയും ഷോക്കാവാണ്. തൻ്റെ ബോഡി കണ്ടുപിടിച്ചെന്ന് ഓർത്തിട്ട് ജോയും ഷോക്കാവുന്നു. ജോയിൻ്റെ ബോഡി കിട്ടിയെന്ന് ഓർത്തിട്ട് മിങ്ങും ഷോക്കാവുകയാണ്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ എൻഡ് ആകുവാണ്. സോ ഈ ഒരു എപ്പിസോഡ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.